നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മയക്കുമരുന്നിന് മതത്തിന്റെ നിറമല്ല, സാമൂഹ്യ വിരുദ്ധതയുടെ നിറമാണെന്ന് 3 വർഷം മുൻപ് പാലാ ബിഷപ്പിന് നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി KT ജലീൽ പറഞ്ഞപ്പോൾ മിണ്ടാത്തതെന്ത്? ലഹരി ഇടപാടിൽ ഉൾപ്പെടുന്നവരിൽ കൂടുതലും മുസ്ലിങ്ങളാണെന്നും അവരിൽ തന്നെ 99% മദ്രസ വിദ്യാഭ്യാസം കിട്ടിയവരാണെന്നും 2 തവണ ഊന്നിപ്പറഞ്ഞ ജലീൽ പറഞ്ഞതും PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒന്നാണെന്ന വിമർശനം ഉയരുമ്പോഴും CPM മൗനത്തിലാണ്. സംഘ് പരിവാറിന് ജലീൽ വടി നൽകുകയാണെന്ന് മതസംഘടനകളുടെ നിലപാട്. ജലീലും PC ജോർജും പറഞ്ഞത് ഒന്ന് തന്നെയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, AP സമസ്തയുടെ പ്രതിനിധി ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധി ശ്രീ കെന്നഡി കരിമ്പിൻ കാലയിൽ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഒരു വിമർശനം ഉയരുന്നത് PC ജോർജും KT ജലീലും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്, അതായത് 2 പേർക്കും ഒരേ നാവാണെന്നാണ്. ഇന്നലെ PC ജോർജ് പറഞ്ഞിരുന്നു ജലീൽ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ജലീൽ പറഞ്ഞതെന്ന്. പക്ഷേ ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് KT ജലീൽ പറഞ്ഞത് സ്വന്തം സമുദായത്തിന് നേരെയുള്ള ഒരു വിമർശനമാണ്. അവിടെ മദ്രസ പഠനം എത്രമാത്രം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം തിരുത്തലുകൾ അതിൽ വേണ്ടി വരുന്നു എന്നുകൂടിയാണ് ജലീൽ ഊന്നി പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജലീലിനെതിരെ മുസ്ലിം മതസംഘടനകളിൽ നിന്ന് ഉയരുന്ന വിമർശനം, അതിന്റെ ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ശ്രീ മഞ്ജുഷ്, ഈ വിഷയം PC ജോർജോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആണ് പറയുന്നത് എങ്കിൽ, അത് ഫാദർ കല്ലറങ്ങാട്ട് ഉൾപ്പെടെ ആരെങ്കിലുമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, അവര് ക്രിസ്തീയ മതവിഭാഗത്തിലായതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു സെൽഫ് ഡിഫൻസിനുള്ള ലൈൻ എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകൾ പലപ്പോഴും സ്വീകരിക്കുന്നത് ഇത് വർഗീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്നാണ്. അതായത് ഇതര മതത്തിൽ നിന്നുള്ള ഒരാൾക്കാർ ഞങ്ങളുടെ മതത്തിലുള്ള ഒരു കാര്യത്തിനെ പറ്റി വർഗീയമായിട്ടുള്ള ഒരു പരാമർശം പറഞ്ഞു എന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വെട്ടിലാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ്. അതായത് മുമ്പും പല വിഷയങ്ങളിൽ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ഇസ്ലാമിനെ കൂടി ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, മുൻ മന്ത്രി, അങ്ങനെയുള്ള ഒരാളാണ് വളരെ ഒരു സെൽഫ് ക്രിറ്റിസിസം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കടുത്ത വിമർശനമോ അവഹേളനമോ അല്ല, മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷനാണ്. അതായത് അദ്ദേഹം കൂടി ഭാഗഭാക്കായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇന്ന് MDMA ഉൾപ്പെടെയുള്ള, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിക്കടത്തിൽ ഉൾപ്പെടുന്നുണ്ട്, സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഹവാല ഇടപാടുകളിൽ അവർ ഉൾപ്പെടുന്നുണ്ട്, പഠിപ്പിച്ച അധ്യാപകരോട് ബഹുമാനക്കുറവുണ്ടാകുന്നുണ്ട്, ജീവിതത്തിലുള്ള അച്ചടക്കം അവർക്ക് വളരെ കുറയുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ, ഇതിനെപ്പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് പോലും ഇപ്പോൾ ഹിന്ദു മതത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക്, യുവതലമുറയ്ക്ക് ഒക്കെ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള ധാർമ്മിക ബോധം ആവശ്യമാണ്.
അപ്പോൾ ഈ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് വളരെ ഫോർമലായിട്ട് മുസ്ലിം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹിന്ദു കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. കാരണം മദ്രസ വിദ്യാഭ്യാസം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സമാനമായിട്ടുള്ള ഒരു ധാർമ്മിക വിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു അമ്പലം കേന്ദ്രീകരിച്ചോ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ എല്ലാ ഹിന്ദു കുട്ടികൾക്കും കിട്ടുന്നില്ല. എന്നിട്ട് പോലും അവർ യുവാക്കളാകുന്ന സമയത്ത് ധാർമ്മിക ബോധനം കിട്ടിയിരിക്കുന്ന കുട്ടികൾ മോശമായ രീതിയിലേക്ക് പോവുകയും താരതമ്യേന ഈ ധാർമ്മിക ബോധനം കിട്ടാത്ത കുട്ടികളായിട്ടുള്ള ഇതര വിഭാഗങ്ങളിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ധാർമ്മിക ബോധമുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുന്നത് മദ്രസ വിദ്യാഭ്യാസം എത്രത്തോളം ധാർമ്മിക മൂല്യം കുട്ടികളിലേക്ക് പകരുന്നുണ്ട് എന്നുള്ളതാണ്. വീണ്ടും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കുട്ടികളിൽ ധാർമ്മിക ബോധനത്തിന് വേണ്ടിയിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഇന്നിഫക്റ്റീവ് ആണ്, അതിന് ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആദ്യമായിട്ടാണോ അദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുമ്പും ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹവാല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതനിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു മതവിധി വേണമെന്നും അത് പാണക്കാട് തങ്ങൾ തന്നെ പുറപ്പെടുവിക്കണമെന്നും മുമ്പ് ഒരു വേളയിൽ ആവശ്യപ്പെട്ടിരുന്നയാളാണ് ശ്രീ കെ ടി ജലീൽ. എന്ന് വെച്ചാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതോ ഇപ്പോൾ പരസ്യമായിട്ട് പറയുന്നതോ ആയിട്ടുള്ള ഒരു അഭിപ്രായമോ നിലപാടോ അല്ല, മറിച്ച് അതിലൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. ഇവിടെ വിമർശനം മതത്തിനാണോ അല്ല, ഈ മതത്തിലുള്ള യുവാക്കൾക്കാണോ അല്ല, മറിച്ച് ഈ മതത്തിലുള്ള ഈ ആൾക്കാർക്ക് ഈ മതബോധനം നൽകുന്ന, ധാർമ്മികമായി നല്ല രീതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധനം നൽകുന്ന മതപണ്ഡിതന്മാർ, മദ്രസകളിലും മറ്റുമുള്ള മതപണ്ഡിതന്മാർ, അവരിതിൽ കൃത്യമായ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് വിമർശനം. ആ വിമർശനം വളരെ പോസിറ്റീവ് അല്ലേ? കാരണം അദ്ദേഹം അവിടെ ഒരു പ്രശ്നത്തിനെ പറ്റി പറയുന്നുണ്ട്, ആ പ്രശ്നം ആരെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ആ പ്രശ്നത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്ന് പറയുന്നുണ്ട്, അതിന് എന്ത് കറക്റ്റീവ് മെഷേഴ്സാണ് വരുത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിൽ വർഗീയതയില്ല, അതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള അവഹേളനമില്ല, മറിച്ച് ഞാൻ അതിൽ പി സി ജോർജ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വർഗീയത വരുന്നത് മറ്റൊരു മതത്തിൽ നിന്നുള്ള ആൾ പറയുന്നു എന്നതാണ്. പക്ഷെ അതിൽ ഈ പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ അതിന്റെ വസ്തുത വെച്ച് നോക്കുമ്പോൾ ഒരേ കാര്യം തന്നെ പറയുന്നു. പക്ഷേ പി സി ജോർജ് പറഞ്ഞതിൽ പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ലവ് ജിഹാദ് കൂടി വന്നതുകൊണ്ട് അത് കുറച്ചുകൂടി കടത്തി പറയലായി. ബാക്കി പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണല്ലോ. കുറച്ചുകൂടി അദ്ദേഹം ഒരു ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞു എന്നല്ലേ അതിനകത്തുള്ളൂ. ജോർജ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഈ ഒരേ നാവാണ് രണ്ടുപേർക്കും എന്ന രീതിയിലുള്ള വ്യാഖ്യാനം വരുന്നത്. അല്ല, ഒരേ ആശയങ്ങളുടെ ഒരു എന്താ നമ്മൾ പറയുന്ന ഒരു ഓവർലാപ്പ് പല ഭാഗങ്ങളിലും ഉണ്ട് ഈ ആൾക്കാർ പറയുന്നതിൽ. അതിപ്പോൾ ഫാദർ കല്ലറങ്ങാട്ട് പറഞ്ഞാലും അത് പി സി ജോർജ് പറഞ്ഞാലും അത് കെ ടി ജലീൽ പറഞ്ഞാലും ഇവർ ഈ പറയുന്ന ആശയങ്ങൾക്കൊരു ഓവർലാപ്പ് എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഓരോരുത്തരും അതിനെ ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഔട്ട് സ്പോക്കണായി സംസാരിക്കുന്ന, മുൻപിൻ നോട്ടമില്ലാതെ സംസാരിക്കുന്ന, വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിലത്തേക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ആ പ്രസ്താവനയ്ക്ക് ശേഷം അതിന്റെ രീതി കൊണ്ട് തന്നെ വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം നടത്തിയിരുന്ന ഒരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് വളരെ വൈകാരികമായിട്ട് അദ്ദേഹം പറയുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹം മറ്റൊരു വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ തന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അദ്ദേഹം പല സമയത്തും ചില വ്യക്തിപരമായിട്ടുള്ള ചില ഗ്രൂപ്പുകളെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ കുറച്ചുകൂടി വർഗീയമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്സ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ജലീലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ജലീൽ വളരെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ്. ഇസ്ലാമിൻ്റെതായിട്ടുള്ള മേന്മകളെ പറ്റിയും ഖുറാന്റെ മേന്മകളെ പറ്റിയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിലത്തേക്ക് അതിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളയാളാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീജിത് പണിക്കർ. ഇവിടെ മുഖ്യമന്ത്രി മുൻപ് ഈ കല്ലറങ്ങാട് പിതാവ് പാലാ ബിഷപ്പ് അന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മയക്കുമരുന്നിന്, നർക്കോട്ടിക്സിന് മതത്തിന്റെ നിറമല്ല ചാർത്തി നൽകേണ്ടത്, മറിച്ച് സാമൂഹിക വിരുദ്ധതയുടെ നിറമാണെന്ന്. അങ്ങനെ വരുമ്പോൾ ജലീൽ പറഞ്ഞപ്പോഴും അത് തന്നെ പറയേണ്ടതല്ലേ? ജലീലും മതത്തിന്റെ നിറം അവിടെ ചാർത്തിയല്ലോ. ജലീൽ പിന്നീട് ഈ ബിസ്ഡത്തിന്റെ പ്രസംഗത്തിൽ മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ അതിന് കുറച്ചുകൂടി വിശദീകരണം നൽകുകയുണ്ടായി, അതിൽ കണക്ക് പറയുകയുണ്ടായി. അത് മലയാള മനോരമയിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മലബാറിൽ 61% കേസുകളിലും മുസ്ലിം നാമധാരികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 99% മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണ് എന്ന്. അങ്ങനെ പറയുമ്പോൾ അവിടെ മതത്തിന്റെ നിറം ചാർത്തി. അപ്പോൾ കല്ലറങ്ങാട് പിതാവ് മതത്തിന്റെ നിറം ചാർത്തുമ്പോൾ അത് കുഴപ്പവും, ജലീൽ ചാർത്തുമ്പോൾ കുഴപ്പമില്ലായ്മയും. അതിങ്ങനെ സ്വന്തം സമുദായത്തിലായതുകൊണ്ട് മാത്രം ആണ് എന്നുള്ള എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റുമോ?
ഇല്ല, നിശ്ചയമായും അത് ഒരു മുസ്ലിം യുവാക്കളുടെ ഇടയിലുള്ള പ്രവണതയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഇതര മതവിഭാഗങ്ങളിലുള്ള യുവാക്കളെ അദ്ദേഹം താരതമ്യം ചെയ്താണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മതവിഭാഗത്തിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഈ കണക്കുകളിലേക്ക് പോലും നമ്മൾ പോകേണ്ടതില്ല. കാരണം അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു റൂട്ടായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നോക്കൂ, ഈ മതബോധനം കിട്ടുന്ന, ധാർമ്മിക ബോധനം കിട്ടുന്ന കുട്ടികൾ എത്ര നമ്പർ കുറവാണ് എങ്കിലും അവരിതിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതിലെ ഒരു കോർ പോയിന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നമ്മൾ ഈ കണക്കെടുക്കുമ്പോൾ 60% ആൾക്കാർ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടോ അതിൽ 99% പേരും മദ്രസകളിൽ പോയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറയുന്ന കണക്കുകളിലേക്ക് പോലും നമ്മൾ പോകേണ്ടതില്ല. മറിച്ച് 10% മുസ്ലിങ്ങളുണ്ട് എങ്കിലും ആ 10% മുസ്ലിങ്ങളിൽ 60% പേർ മാത്രമാണ് മദ്രസകളിൽ പോയിട്ടുള്ളത് എങ്കിൽ പോലും മദ്രസകൾ ഇൻഇഫക്റ്റീവ് ആണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം അവരുടെ മതബോധനം, അവരുടെ ധാർമ്മിക ബോധനം ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശനം ഈ നമ്പർ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും വാലിഡാണ്. കാരണം ധാർമ്മിക ബോധനം കിട്ടുന്ന ആൾക്കാർ അതിലേക്ക് പോകാനേ പാടില്ല. എന്ന് വെച്ചാൽ അവരുടെ നമ്പർ വളരെ കുറവായിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുടെ സൈസബിൾ ആയിട്ടുള്ള നമ്പർ അവിടെയുണ്ട്. അതിൽ മദ്രസ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ആൾക്കാരുടെ നമ്പറും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ഹാൻഡിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ PC ജോർജ് പറയുന്ന കാര്യമാണെങ്കിലും KT ജലീൽ പറയുന്ന കാര്യമാണെങ്കിലും ഫാദർ കല്ലറങ്ങാട്ട് പറയുന്ന കാര്യമാണെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ മറ്റുള്ള ആൾക്കാർ പറയുന്നതിനെ, അതിപ്പോൾ ഒരു പിതാവ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു എതിർ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുകൊണ്ടോ അതിനെ മതപരമായി കാണേണ്ടതില്ല, അത് ഒരു സാമൂഹ്യ വിപത്ത് മാത്രമാണ് എന്ന് പെയിന്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് തെറ്റിയിരിക്കുകയാണ്. കാരണം ജലീൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കൂടി തിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ജലീലിനെ തിരുത്തിയിട്ടില്ല. ജലീൽ പറഞ്ഞതിന് ശേഷം CPM പ്രതികരിച്ചിട്ടില്ലല്ലോ, മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അന്ന് ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരണം നടത്തിയത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയെ ജലീൽ തിരുത്തിയിരിക്കുകയാണെന്നാണ്. മുഖ്യമന്ത്രി തിരുത്തിയെന്നല്ല, മുഖ്യമന്ത്രിയുടെ ആ ധാരണ തെറ്റാണ് എന്ന് ജലീൽ തിരുത്തുന്നതിന് തുല്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൽ പ്രതികരണം ഉണ്ടാകേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. ഇനി മുഖ്യമന്ത്രിയെ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷം മുമ്പുണ്ടായിരുന്ന അങ്ങയുടെ ആ പ്രസ്താവനയിൽ അങ്ങ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ജലീൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയെ അങ്ങ് തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് വളരെ കൃത്യമായിട്ട് പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ കെന്നഡി കരിമ്പിൻ കാലയിൽ ഒരേ നാവാണോ ജോർജിനും PC ജോർജിനും, ജോർജിനും KT ജലീലിനും? ജോർജിനെ അനുകൂലിച്ചയാളാണല്ലോ താങ്കൾ. ഇപ്പോൾ KT ജലീൽ ഇത്തരം പരാമർശം നടത്തുമ്പോൾ അത് ജോർജ് പറഞ്ഞതിന്റെ അതേ ലെവലിൽ തന്നെ ഉള്ളതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മഞ്ജുഷ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ലാസ്റ്റ് ഡിബേറ്റിലും എനിക്ക് അവിടെ ജോർജ് അനുകൂലി എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് എൻ്റെ നെഞ്ചത്ത്. അമ്മാതിരി ഒരു ലേബല് എനിക്ക് തന്നുവിടരുത്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു നിലപാടുകൾ വെച്ച്, ആ നിലപാടുകളെ വെച്ചാണ് നമ്മൾ അഭിപ്രായം പറയുക. ആ ജോർജ് എടുത്ത ആ നിലപാടിനെ വെച്ച് അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലേബലൈസിങ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത്, ഏതായാലും ഇപ്രാവശ്യം അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടില്ല. ആദ്യം തന്നെ ഞാൻ അതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. രണ്ടാമത്, ജോർജ് പറഞ്ഞതും ജലീൽ പറഞ്ഞതും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. കാരണം ജോർജ് പറയുമ്പോൾ അത് മറ്റൊരു സമുദായത്തിൻ്റെ പരാതിയായും മറ്റൊരു സമുദായത്തിൻ്റെ ആവലാതിയായും മറ്റൊരു സമുദായത്തിൻ്റെ ഉത്കണ്ഠയായും വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അതേസമയം KT ജലീൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായും മറ്റൊരു തരത്തിലാണ്. KT ജലീൽ നടത്തിയിരിക്കുന്നത് എന്താണ്? അക്ഷരാർത്ഥത്തിൽ ഒരു സ്വയം വിമർശനമാണ്. ഒരു സമുദായത്തിൽ നിന്ന് ആ സമുദായത്തിൻ്റെ ഏതാണ്ട് ഒരു പണ്ഡിതനോളം പാണ്ഡിത്യം അവകാശപ്പെടാവുന്ന കേരള സമൂഹത്തിൽ അത്ര മോശമല്ലാത്ത ഒരു ഇമേജുള്ള KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായും ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഒരു അനുമതിയോടുകൂടി തന്നെ ഈ സമൂഹത്തിൻ്റെ വകയായി, കേരള സമൂഹത്തിൻ്റെ വകയായി ഒരു സല്യൂട്ട് തരാൻ ഞാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ, നന്മ പ്രവർത്തിക്കുമ്പോൾ അത് നന്നായി എന്ന് പറയുന്നില്ല എങ്കിൽ അത് നാളെ പറയാൻ ആളുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് പറയണം. ഇപ്രാവശ്യം അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു നന്മയാണ്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഓരോ സമുദായത്തിൽ നിന്നും ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വയം വിമർശനാത്മകമായ നിലപാടുകളുമായി അതാത് സമുദായങ്ങളിൽ നിന്ന് ആളുകൾ രംഗത്ത് വന്നാൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ടാകുന്ന, ഇന്ത്യൻ സമൂഹത്തിനുണ്ടാകുന്ന ഒരു കരുത്ത്, ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടാകുന്ന ഒരു കരുത്തെന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. കാരണം ഇന്ത്യയുടെ എക്കാലത്തെയും ശാപം ഈ മതവും ജാതി തിരിച്ചുള്ള
അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകളും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും ക്ഷേത്രം തപ്പലും അമ്പലം തപ്പലും പള്ളി തപ്പലും ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും പള്ളി പൊളിക്കലും പാസ്റ്റർമാരെ ആക്രമിക്കലും മതം മാറ്റത്തിനെതിരെയുള്ള ഡയലോഗുകൾ മതം മാറ്റത്തിന് അനുകൂലമായ കുറേ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് രാജ്യവികസനത്തിലേക്ക് ശ്രദ്ധിക്കുവാനും മതമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും മതത്തിൻ്റെ ക്ലച്ചിൽ നിന്ന് ആളുകൾ എത്രത്തോളം കുറച്ചൊന്ന് വിട്ടു നിന്നുകൊണ്ട് അതിനകത്തു നിന്നുള്ള തെറ്റുകുറ്റങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രാജ്യത്തിനായി മുന്നേറണം എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ജലീൽ തരുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇനി താങ്കൾ വസ്തുതാപരമായി ശരിയാണെന്നുള്ള നിലപാടുകാരനാണോ? വസ്തുതാപരമായി ശരിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണോ? തീർച്ചയായും വസ്തുതാപരമായി ശരിയാണ്. അദ്ദേഹത്തിനെ മറ്റുള്ളവർ പിൻപറ്റണം എന്നുകൂടി ഞാൻ പറയുന്നു. ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിലുള്ളവർ കൂടി അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കണം എന്നുകൂടി ഞാൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, മാറണമെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റണമെന്നും അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവർ മാറ്റിക്കോളും, ആ പറഞ്ഞവർ സ്വയം നാളെ മാറിക്കോളും. മാറാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, മാറാതെ അതിൽ തുടരണം. അഭിനന്ദനാർഹമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ശ്രീ മുഹമ്മദ് അലി കിനാലു കൂടി ചേരുകയാണ്, AP സമസ്തയുടെ പ്രതിനിധിയാണ്. ശ്രീ മുഹമ്മദ് അലി കിനാലു ശ്രീ മുഹമ്മദ് അലി കിനാലു, താങ്കൾക്ക് ആ നിലപാടാണോ ഉള്ളത്? ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം വിമർശനം എന്ന രീതിയിൽ എടുക്കുമോ ജലീൽ പറഞ്ഞ കാര്യങ്ങളെ? ഞാൻ ഇപ്പോ സംസാരം കേൾക്കുന്ന സമയത്ത് ആലോചിച്ചൊരു കാര്യം, PC ജോർജിന്റെയും കെന്നഡി കരിമ്പിൻകാലയുടെയും ഒക്കെ അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ട ദുർഗതി KT ജലീലിന് വന്നല്ലോ എന്നാണ്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ സന്ദർഭം പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ കത്തിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ പരിവാരവും അതേപോലെ കാസയും ഒക്കെ അതിതീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് KT ജലീൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ആ പ്രസ്താവനയുടെ അനന്തരഫലം എന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. PC ജോർജും കെന്നഡി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹവും PC ജോർജും ഒരേ നാവിലാണോ സംസാരിക്കുന്നത് എന്ന ചോദ്യമാണെങ്കിൽ അല്ല എന്നാണ് എന്റെ വ്യക്തമായ ഉത്തരം. PC ജോർജ് കടുത്ത വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുതാപരമായ നിലപാട് പ്രഖ്യാപിക്കുകയും അതിന്റെ പേരിൽ നിരന്തരമായ കേസുകൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോട് KT ജലീലിനെ താരതമ്യപ്പെടുത്തുന്നതിൽ ന്യായമായി തന്നെ നിയമപരമായി തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി KT ജലീൽ പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുക എന്താണ്? അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു, അവർ മദ്രസയിൽ പോയ ആളുകളാണ് പലരും പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അങ്ങനെയാണോ? കേരളത്തിൽ എന്നല്ല ലോകത്താകമാനം കുറ്റകൃത്യങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് കോവിഡിന് ശേഷമുള്ള ചില പഠനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ക്രൈമുകളുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ഈ സൈബർ മേഖലയിലേക്ക് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതിന് ശേഷം വലിയ തോതിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. അത് എല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലും സ്വാഭാവികമായി അതിന്റെ വർധന ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നതും ഏതെങ്കിലും ക്രൈമുകളെ കുറ്റകൃത്യങ്ങളെ മതവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ പുതിയ ഛിദ്രതയ്ക്ക് കാരണമാകും എന്ന ആശങ്ക കൂടിയാണ് പങ്കുവെക്കുന്നത്. ഇനി KT ജലീൽ പറഞ്ഞതുപോലെ മദ്രസയിൽ പോയ ആളുകളാണോ ഇതിൽ മുഴുവൻ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നത്? അതിനെന്ത് രേഖയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? അദ്ദേഹത്തിന്റെ പത്ര റിപ്പോർട്ടുകളാണ് അതിന് ആധാരമാക്കുന്നത്. അത് മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ താങ്കൾ തുടക്കത്തിൽ നടത്തിയ വിമർശനം അതാണല്ലോ ഇപ്പോൾ കെന്നഡി കരിമ്പിൻകാലയുടെയും PC ജോർജിന്റെയും ഒക്കെ അഭിനന്ദനം KT ജലീലിന് കിട്ടുമ്പോൾ ആ ഒരു ദുർഗതി ജലീലിന് ഉണ്ടായല്ലോ എന്ന് താങ്കൾ പരിതപിക്കുകയുണ്ടായി. അതിന് ജലീൽ നേരത്തെ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് സംഘികളും ക്രിസംഘികളും ആയുധമാക്കുമെന്നതിനാൽ നമ്മുടെ ഭാഗത്തുള്ള വേണ്ടാത്തരങ്ങൾ പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത്? അതായത് സംഘപരിവാറിനെതിരെയും കാസയ്ക്കെതിരെയും താങ്കൾ പറഞ്ഞുവല്ലോ. ഇവർ പടച്ചുണ്ടാക്കുന്ന നുണകളെക്കുറിച്ച് പറയുകയും ചെയ്തു. അത് ജലീൽ തന്നെ പറയുന്നു. ഇവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ ഇത് ആയുധമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ വേണ്ടാധീനങ്ങൾ അത് നമ്മൾ പറയാതിരിക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനെ ആ രീതിയിൽ കാണാവുന്നതല്ലേ? ശരി, ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
അദ്ദേഹം നോക്കിയ പത്രത്തിലെ ഏകദേശം 200ഓളം വാർത്തകൾ അദ്ദേഹം പരിശോധിച്ചു. അതിൽ മുസ്ലിങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായി ഒരു പ്രദേശത്ത് വരുന്ന ഇപ്പൊ പത്രങ്ങൾക്കൊക്കെ വിവിധ എഡിഷനുകളുണ്ട്. മലപ്പുറത്തെത്തുന്ന പത്രമല്ല കോഴിക്കോട്ടുള്ളത്, കോഴിക്കോട്ടെ പത്രമല്ല തൃശ്ശൂരിലോ അല്ലെങ്കിൽ എറണാകുളത്തോ കോട്ടയത്തോ ഒക്കെ ചെല്ലുന്നത്. അതുകൊണ്ട് അദ്ദേഹം നോക്കിയ പത്രങ്ങളിൽ ഒരു പക്ഷേ ജനസംഖ്യാനുപാതികമായി മേൽക്കൈയുള്ള ഒരു പ്രദേശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. അതേ സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ തീർച്ചയായും മദ്രസകളിൽ പോയ ആളുകളാണ്. മതവിദ്യാഭ്യാസം ലഭിച്ചിട്ടും അവർ നന്നാകുന്നില്ല എന്നല്ല ചിന്തിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ ആയിരക്കണക്കായ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ധാരാളം വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളിൽ എത്ര ശതമാനത്തെയാണ് അദ്ദേഹം ഈ പറയുന്ന കുറ്റവാളികളായി കണ്ടിട്ടുള്ളത്? ഞാൻ വിചാരിക്കുന്നത് ന്യൂനപക്ഷമായ അതിസൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ആളുകളായിരിക്കാം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുന്നത്. പക്ഷെ അത് എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ശ്രീ മുഹമ്മദ് അലി കിനാലൂർ. മറ്റ് സമുദായങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ ആ വാദം നിലനിൽക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നോക്കിയ പത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിധി തീർപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് മറ്റു പ്രദേശങ്ങളിലും ഞാനൊരു പത്രത്തിന്റെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ മറ്റു പല ജില്ലകളുടെയും എഡിഷനുകളുടെയും ഒക്കെ പേജുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓരോ പ്രദേശത്തിന്റെയും സ്വഭാവം അനുസരിച്ചിട്ട് ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ എടുത്തെടുത്ത് പറയാത്ത, ഞാൻ 10ഓളം സമീപ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ സംഭവിച്ച വാർത്തകൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് പറയാത്തത് ഒരു മതവൽക്കരണം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരേണ്ടതില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹം പരിശോധിച്ചിടത്ത് അത്തരം പ്രശ്നങ്ങൾ കണ്ടിരിക്കാം. പക്ഷെ അതിനർത്ഥം ഈ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ഇൻഎഫക്റ്റീവ് ആണ്, അത് വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നല്ല. ശ്രീജിത്ത് പണിക്കർ തുടക്കത്തിൽ അങ്ങനെ ഒരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്ന ലക്ഷക്കണക്കായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ നിർണ്ണയിച്ചതിൽ മദ്രസകൾക്ക് വലിയ പങ്കുണ്ട്. KT ജലീൽ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതപ്പെടുന്ന മൂല്യങ്ങൾ നിർണ്ണയിച്ചതിൽ മദ്രസകൾക്ക് പങ്കുണ്ടാകും. അതേ സമയത്ത് നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ധാർമ്മികമായ ജീവിതവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ. എന്നിട്ടും ആളുകൾ ക്രിമിനൽവൽക്കരിക്കപ്പെടുന്നുണ്ട്. എല്ലാ മതങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതിനോട് സാമൂഹിക പ്രശ്നമായും നിയമപ്രശ്നമായും കാണുന്നതിന് പകരം മതവൽക്കരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിനോട് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ചെറു ന്യൂനപക്ഷമാണ് എന്ന് വിചാരിക്കുക. അതീവ സൂക്ഷ്മമായ ചെറു ന്യൂനപക്ഷമാണെങ്കിൽ പോലും സമുദായത്തിനകത്ത് നിന്ന് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണല്ലോ ആത്മവിമർശനം എന്ന് പറയുന്നത്. വർഗീയത എന്ന് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം അതേ സമുദായത്തിൽപ്പെട്ടയാളാണ്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. അദ്ദേഹം പറയുന്ന ഈ സംഭവത്തിൽപ്പെട്ട ആളുകളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്, എന്നിട്ടും അത് ഫലവത്താകുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട് എന്നാണ്. ഞാൻ പറയുന്നത് എല്ലാ സമുദായങ്ങളിലും ഓരോ വർഷത്തിനും അനുസരിച്ചിട്ടുകൊണ്ട് കുറ്റവാളികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നുണ്ട്. എല്ലാ സമുദായങ്ങളും അതേക്കുറിച്ച് ആത്മപരിശോധന നടത്തട്ടെ. മുസ്ലിം സമുദായം അങ്ങനെ നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു, നമ്മളെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സംഘികൾക്കോ ക്രിസംഘികൾക്കോ വടി കൊടുക്കുന്നു എന്നൊരു പ്രശ്നത്തെ നമ്മൾ കാണാതിരിക്കുകയും ചെയ്യരുത്. PC ജോർജിനെ പോലെ ഒരാൾ അതീവമായ വർഗീയ ചിന്താഗതി പുലർത്തുന്ന, വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾ അന്തരീക്ഷത്തിൽ തന്റെ വിഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ തന്നെയാണ് KT ജലീൽ ഈ കാര്യം പറയുന്നത്. അത് ആരെയാണ് സഹായിക്കുക എന്നത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ചിന്തിക്കട്ടെ. ഇനി ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു, KT ജലീലുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി. അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യം ഉപയോഗിക്കുന്നവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം താമസിക്കുന്ന വളാഞ്ചേരിയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന എത്ര മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, എത്ര മുസ്ലിമേതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഇങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു വിഷയം പറയുന്ന സമയത്ത് സ്വന്തം നാടും ചുറ്റുവട്ടെങ്കിലും പരിശോധിക്കേണ്ടതായിരുന്നു എന്ന് സൂചിപ്പിക്കുക. ശ്രീ കെന്നഡി കരിമിങ്കാലയിൽ ആദ്യം തന്നെ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞ കാര്യം, നിങ്ങളുടെയൊക്കെ അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ട ദുർഗതി KT ജലീലിന് ഉണ്ടായല്ലോ എന്നാണ്. അത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് PC ജോർജിന്റെയും കാസയുടെയും ഒക്കെയാണ്. ഒപ്പം സംഘപരിവാറിന് കൂടി വടി കൊടുക്കുന്നതായിപ്പോയി. ഈ സമയത്ത് KT ജലീൽ നടത്തിയ ഈ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് കൂടുതൽ പേർ ലഹരി കടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള പരാമർശം. താങ്കളുടെ മറുപടി കെന്നഡി. മഞ്ജുഷ, സങ്കടകരമാണ്. ഇദ്ദേഹം ഏതോ പത്രത്തിന്റെ ഡെസ്കിൽ പ്രവർത്തിക്കുകയാണെന്നൊക്കെ പറയണ്ടായിരുന്നു. ഭാഗ്യം ചെയ്തൊരു പത്രം തന്നെ ചീഫ് എഡിറ്റർ ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം പറയുന്നത്
ജില്ല തോറും മാറി മാറി വരുമ്പോൾ വാർത്തകൾ മാറുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കൊച്ചിയിൽ ഞാനിപ്പോൾ ഒരു പത്രം വായിക്കുകയാണ്. അപ്പോൾ ടൈഗർ മേമൻ ഭീകരനാണ്, തീവ്രവാദിയാണ്, ദേശദ്രോഹിയാണെന്ന വാർത്ത മലപ്പുറത്ത് ചെല്ലുമ്പോൾ അത് ടൈഗർ മേനോൻ ആകുമെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞു വെക്കുന്നത്. എന്ത് മാധ്യമപ്രവർത്തനമാണ് ഈ പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അല്ല, ഇതെല്ലാം ജനം കേൾക്കല്ലേ? ജില്ലകൾ തോറും മാറുമ്പോ വാർത്ത മാറുമെന്ന് പറഞ്ഞു വെച്ച വിഡ്ഢിയല്ലേ താങ്കൾക്ക് കെ ടി ജലീലിനെ പഠിപ്പിക്കാൻ എന്ത് അവകാശം? കെ ടി ജലീലിനെ പോലൊരു മനുഷ്യനെ ക്ലാസ് എടുക്കാനുള്ള യോഗ്യത താങ്കൾക്കാരാണ് തന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള യോഗ്യത താങ്കൾക്കുണ്ടോ എന്ന് എനിക്ക് സംശയം. ജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കെ ടി ജലീലിനെ പോലെ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇതുപോലെ അഭിപ്രായം പറഞ്ഞ് സമൂഹത്തിൽ ഇന്ന് ആ സമുദായം ഉയർന്നു നിൽക്കുന്നു. ഞാൻ തീർത്തു പറയുന്നു, ഒരു സമുദായ അംഗം എന്ന നിലയിൽ കെ ടി ജലീൽ കേരള സമൂഹത്തിൽ ഇന്ന് ഉയർന്ന സ്ഥാനം നേടിയിരിക്കുന്നു. ഞാനത് പറയുന്നതിന് ഒട്ടും മടിക്കുന്നില്ല. താങ്കളെപ്പോലുള്ളവർ വലിച്ച് താഴെ ഇടല്ലേ, ദേവി ചെയ്ത് മുള്ളു വിരിക്കല്ലേ, വീണ്ടും കുഴപ്പമാക്കല്ലേ, നാണം കെടുത്തല്ലേ, പരിഹസിക്കല്ലേ. ഇനി ഞാൻ മറ്റൊരു വെർഷൻ കൂടി പറയാം. ഞാൻ കെ ടി ജലീലിൻ്റെ ഇത്രയും അതിൻ്റെ ഒരു വെർഷനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മറ്റൊരു വെർഷനിലേക്ക് കൂടെ കിടക്കാം. കാരണം കെ ടി ജലീൽ നമുക്കറിയാം CPM-ന്റെ ഒരു പാർട്ടി അംഗം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു സഹചാരി എന്ന നിലയിൽ തുടരുന്ന വർഷങ്ങളായി CPM-ന്റെ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. നല്ലൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഈ അടുത്ത കാലത്തായി കേരളത്തിലെ BJP ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന കാര്യം അവിടെ ഒരു വാക്വം ഉണ്ടായിരുന്നു. കാരണം ക്രിസ്ത്യൻ സമൂഹം അവരുടെ ആവലാതികൾ പറയുമ്പോൾ LDF UDF ഒരേപോലെ തള്ളിക്കളയുകയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF പലപ്പോഴും ക്രിസ്ത്യൻ ആവലാതികളെ പരിഗണിക്കാതെ വരുന്നൊരു സ്ഥിതിയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാൻ കഴിയുന്നു. നമുക്ക് ഈ പരിദേവനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇടതുപക്ഷവും നീങ്ങുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഏതാണ്ട് അനുബന്ധിച്ചിട്ട് CPM-ന്റെ പാർട്ടി ലൈനിൽ വലിയ ഒരു മാറ്റം വന്നതായി നമുക്ക് കാണാം. സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ, ശ്രീ ഗോവിന്ദൻ മാഷ് അടക്കം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് ഇതര പാർട്ടികളും തമ്മിൽ എന്ത് വ്യത്യാസം, എല്ലാം നിലപാടുകളിൽ ഒന്ന് തന്നെ എന്ന് തുടങ്ങി മത തീവ്രവാദത്തിനെതിരെയും ന്യൂനപക്ഷ ഒരു രാഷ്ട്രീയത്തിനെതിരെയും അത്തരത്തിൽ പ്രതികരിക്കുന്നതും വല്ലാതെ അത്തരം കാര്യങ്ങളിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നതും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് CPM-ന് വരുന്ന ഒരു വ്യക്തമായ നിലപാട് മാറ്റം കെ ടി ജലീലിൻ്റെ സംസാരത്തിൽ നിന്നുകൂടി നാം മനസ്സിലാക്കണം. കെ ടി ജലീൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു നല്ല ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ CPM-ന്റെ കൂടുതൽ ഒരു ഒരു കേഡറിലേക്കുള്ള മാറ്റം കൂടി ഞാൻ അതിൽ കാണുന്നു. പാർട്ടി സ്ഥാനങ്ങളിലേക്ക് കൂടി കെ ടി ജലീലിനെ പരിഗണിക്കാവുന്ന നിലയിലേക്ക് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് അദ്ദേഹം വളർന്നു വരുന്നു എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. CPM ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി ക്രിസ്ത്യൻ സമുദായം അത് കണ്ടില്ല എന്ന് ഇനി വെക്കാൻ കഴിയില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിന് ഈ നിലപാട് മാറ്റം ശ്രദ്ധിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു നീക്കമുണ്ടോ? ജലീൽ CPM കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണോ ഈ നടത്തിയിരിക്കുന്നത്? ഇതുവരെ ഒരു തിരുത്തൽ ഇക്കാര്യത്തിൽ CPM നടത്തിയിട്ടില്ല. ജലീലിന്റെ അഭിപ്രായ പ്രകടനത്തോട് ഒരു പ്രതികരണവും CPM നടത്തിയിട്ടില്ല. മുൻപ് കല്ലറങ്ങാട് പിതാവ് പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, ഈ മയക്കുമരുന്നിനെ മതവുമായി അല്ല, മതത്തിന്റെ നിറമല്ല ചാർത്തേണ്ടത്, പകരം സാമൂഹ്യ വിരുദ്ധതയുടെ നിറമാണ് നൽകേണ്ടത് എന്ന്. പക്ഷെ ഇപ്പോൾ ആ നിലപാട് ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ജലീൽ പറഞ്ഞിട്ടും ഒരു തിരുത്തലും ഉണ്ടാകാത്തത്. അതില് CPM-ന്റെ നിലപാടിനപ്പുറം വളരെ കൃത്യമായി ശ്രീ കെ ടി ജലീൽ തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ CPM-ന്റെ നിലപാടല്ല താൻ പറഞ്ഞിട്ടുള്ളത്, തന്റെ വ്യക്തിപരമായ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, സ്വന്തം മതത്തിനുള്ളിൽ ഏതെങ്കിലും അരുതായ്മകളും അനിഷ്ടങ്ങളും ഉണ്ടായാൽ അത് ഏറ്റുപറയുക, അത് സ്വയം വിമർശനാത്മകമായി സംസാരിക്കുക എന്ന് പറയുന്നത് ഏതൊരു മതബോധത്തിന്റെയും ഔന്നിത്യങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ശ്രീ കെ ടി ജലീൽ അത്തരത്തിൽ സ്വയം വിമർശനാത്മകമായി പറഞ്ഞിട്ടുള്ളത്. അത് കേരളത്തിലെ ക്രൈമുകളുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നർക്കോട്ടിക് കേസുകളിൽ പെടുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവരിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കുന്നു എന്നുള്ള വസ്തുതയും സത്യവും
അത് അങ്ങനെ നിഷേധിച്ചു കൊണ്ടുപോകാനാവില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് മതം നൽകുന്ന ധാർമ്മിക ബോധത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ അപര്യാപ്തത തോന്നുന്നു, ആ ധാർമ്മിക ബോധം കൃത്യമായി മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആന്തരികമായി അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതിന്റെ ആത്മരോക്ഷത്തിലാണ് അദ്ദേഹം മതപണ്ഡിതന്മാരുടെ ഒരു സദസ്സിൽ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞ കാര്യം ഈ ഒരു സാഹചര്യത്തിൽ അത് പറയേണ്ട ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് പറയേണ്ട ഒരു സമയമായിരുന്നു എന്നാണ്. കാരണം അത് സംഘപരിവാർ അത് മുതലെടുക്കും. മാത്രമല്ല സമൂഹത്തിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരുടെ പേരുകൾ ചികഞ്ഞു നോക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ജലീലിനെ പോലെയുള്ളവർ അങ്ങനെ പറയുമ്പോൾ അതിന് കൂടുതൽ ബലം വരികയാണ്. അങ്ങനെയല്ല, രണ്ട് ഇസ്ലാമോഫോബിയ പടർത്തുന്നതിനു വേണ്ടി കേരളത്തിൽ രണ്ട് വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഉപയോഗിച്ചു. ഒന്ന് നർക്കോട്ടിക് ജിഹാദ് എന്നും മറ്റൊന്ന് ലവ് ജിഹാദ് എന്നും, രണ്ട് വാക്കുകളാണ്. ഈ രണ്ട് വാക്കുകൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ വരുത്താനും അപരമത വിദ്വേഷം വളർത്തുന്നതിനു വേണ്ടി അത് ഉപയോഗിക്കുന്നതിനു വേണ്ടി ചില കുഴിഞ്ഞ ബുദ്ധികൾ ശ്രമിച്ചിട്ടുണ്ട്, കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് നമുക്കത് ചിന്തിക്കാനാവില്ല. മറിച്ച് ഇപ്പോ ഈ അവസരത്തിലല്ലാതെ മറ്റേത് അവസരത്തിലാണ് പറയാൻ കഴിയുക? ആ രീതിയിലേ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ലവ് ജിഹാദുമായും നർക്കോട്ടിക് ജിഹാദുമായും ഒക്കെ ബന്ധപ്പെടുത്തി പറയുവാൻ കഴിയും. ഏറ്റവും ഒടുവിൽ PC ജോർജുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ജലീലിന്റെ ഈ പരാമർശം വരുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത പ്രതികരണം എന്താണ്? PC ജോർജ് പറഞ്ഞതും ജലീൽ പറഞ്ഞതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? PC ജോർജിന് ജയിൽ, ജലീലിനോ അങ്ങനെ ഒരു കാര്യം വരുന്നു. അതോടൊപ്പം തന്നെ PC ജോർജിനെതിരെ ഇപ്പോൾ ലവ് ജിഹാദ് പരാമർശം നടത്തിയതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല, പോലീസ് കേസെടുക്കുന്നില്ല. ഇന്ന് യൂത്ത് ലീഗ് വീണ്ടും പരാതി നൽകുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ഇതൊക്കെയുള്ളൊരു സാഹചര്യമാണിത്. മഞ്ജുഷ്, ഇതിൽ കാണേണ്ടത് അന്യമതത്തിന്റെ ഏതെങ്കിലും വിഭാഗത്തെ കുറിച്ചോ അന്യമതത്തിലെ ഏതെങ്കിലും പോരായ്മകളെ കുറിച്ചോ അരുതായ്മകളെ കുറിച്ചോ അല്ല ശ്രീ KT ജലീൽ വിമർശിച്ചിട്ടുള്ളത്. ഏതു മതത്തെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നിരിക്കെ സ്വന്തം മതത്തിലെ മതപണ്ഡിതന്മാർക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് KT ജലീൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത് പറയുന്നത്. KT ജലീൽ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും KT ജലീൽ അത്തരം നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. അത് പാണക്കാട് തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കണം എന്ന ആവശ്യം പോലും അദ്ദേഹം അങ്ങറ്റം വരെ പോകുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോ മുസ്ലിം സമുദായത്തിനിടയിൽ ഈ ടാക്സ് ഇവേഷൻസ് എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമല്ലാതെ എന്ന തോന്നൽ ചില സമുദായങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് സ്വർണ്ണക്കള്ളക്കടത്തിനെയും ഹവാല ഇടപാടുകളെയും സംബന്ധിച്ച് വളരെ കൃത്യമായി അദ്ദേഹം ഒരു നിലപാടെടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പ്രവർത്തിക്കുന്നതും ഒരേ രീതിയിൽ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഇത് ഈ സന്ദർഭത്തിലല്ലാതെ മറ്റൊരു സന്ദർഭത്തിൽ പറയാൻ കഴിയില്ലെന്ന്. കേരളം ഇന്ന് മയക്കുമരുന്നിന്റെ ഭീകര താണ്ഡവം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമൂലം കേരളത്തിൽ സംഭവിക്കുന്ന മാനസികവും ചെറുപ്പക്കാർക്കുണ്ടാവുന്ന അപകടങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ ഈ മയക്കുമരുന്നുകളാണ്. സ്വാഭാവികമായും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നർക്കോട്ടിക് ജിഹാദാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നം വരുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിപ്പിക്കുകയും ആ കേന്ദ്രങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചും അവരുടെ ആശയ്ക്കനുസരിച്ചും ഒരു വിഭാഗത്തെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ജിഹാദ് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുക. ഇവിടെ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒന്നുപോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത മീനച്ചൽ താലൂക്കിൽ ലവ് ജിഹാദിന്റെ 400-ലധികം കേസുകളുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അപരമത വിദ്വേഷത്തിനെതിരെയാണ് നിശ്ചയമായും നിലപാടെടുക്കേണ്ടത്. ഇത് ശരി. പക്ഷെ ആ ലവ് ജിഹാദ് പരാമർശത്തിൽ പിന്നെ ഒരു നിലപാടൊന്നും വന്നിട്ടില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഇസ്ലാമോഫോബിയ പരത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ജലീൽ ഇങ്ങനെ കാര്യം സ്വന്തം മതത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ PC ജോർജിനെ പോലെയുള്ള ഒരാൾ ഉദാഹരണത്തിന് ഇതേ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവിടെ വസ്തുത കൂടി അന്വേഷിക്കേണ്ടതായി വരുമല്ലോ. ജലീൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജോർജ് പറയുമ്പോൾ എന്താണ് തെറ്റ് എന്ന ചോദ്യം ഉയരുമല്ലോ. അപ്പോൾ അവിടെ അപരമത വിദ്വേഷം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ കഴിയില്ല. കാരണം എന്താണ് ഇസ്ലാമോഫോബിയ എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊരു ജനറിക് ആയിട്ടുള്ള ഒരു ട്രെൻഡായിട്ടാണോ വരുന്നത്? അതിൻ്റെ പേരിൽ ഒരു മതവിഭാഗത്തിനെ ഒരു രീതിയിലത്തേക്കും വിമർശിക്കാൻ പോലും ആർക്കും കഴിയില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. മതവിമർശനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹിന്ദു മതത്തിനെയാണെങ്കിലും ഇസ്ലാം മതത്തിനെയാണെങ്കിലും ഒക്കെ തന്നെ വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇസ്ലാം മതത്തിനെ വിമർശിച്ചാൽ അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രാക്ടീസുകളെ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉടനെ തന്നെ ഇസ്ലാമോഫോബിയയായി മാറുന്നില്ല.
ഇവിടെ ജലീലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഇസ്ലാമോഫോബിയ അല്ല. കാരണം അദ്ദേഹം ആ മതത്തിൽ വിശ്വസിക്കുന്നയാളാണ്, ആ മതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ആളല്ല, ആ മതത്തിനെ അവഹേളിക്കുന്നയാളുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം 100% ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ പറയുന്ന പ്രസ്താവനയാണ്. പിന്നെ ഞാൻ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടല്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ഈ മുഹമ്മദ് അലി പറയുന്നത് ഏതാനും ചില സംഭവങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട്, ഒരു പ്രദേശത്ത് മാത്രം നടന്ന സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം ജലീൽ നടത്തിയത് എന്നാണ്. 200 കേസുകൾ വെച്ചാണ് താൻ ഈ കാര്യം പറഞ്ഞതെന്ന് ജലീൽ തന്നെ പറയുകയുണ്ടായല്ലോ. അല്ല, നോക്കൂ, ഇപ്പോ ജലീലിന്റെ മുന്നിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹം അത് പറയുന്നത് ഇവിടെയുള്ള പൊതുസമൂഹത്തിനോടാണ്. പൊതുസമൂഹവും ഇതേ മാധ്യമങ്ങളൊക്കെ തന്നെ കാണുന്ന ആൾക്കാരാണ്, പൊതുസമൂഹം ഇതേ പത്രങ്ങളൊക്കെ തന്നെ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ ആധികാരികമാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? 200-ലധികം വാർത്തകൾ അദ്ദേഹം കണ്ടു. ആ 200-ലധികം വാർത്തകളിൽ 61% മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അതൊരു ഹ്യൂജ് നമ്പർ അല്ലേ? 61% എന്ന് പറഞ്ഞാൽ നമ്മൾ 10 കേസ് എടുക്കുന്ന സമയത്ത് 6-ലധികം കേസുകളിൽ മുസ്ലിങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വൈലത്തൂര്, വെഞ്ഞാറമൂട്, താമരശ്ശേരി എന്നിങ്ങനെ ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങേയറ്റം ക്രൂരകൃത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഉദാഹരണ സഹിതം അതിനെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അദ്ദേഹത്തിനെ എതിർക്കണമെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ വിമർശിക്കണമെങ്കിൽ ആ നമ്പറുകൾ വെച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം, ജലീലിന്റെ അഭിപ്രായത്തിനെ പറ്റി ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ എന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് കൂടിയാണ് ശ്രീ മുഹമ്മദ് അലി ഇവിടെ പറഞ്ഞത്. അതെന്റെ അഭിപ്രായമല്ല. മതവിദ്യാഭ്യാസം നേടിയ ജനവിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ കാണാൻ പാടില്ല എന്നുള്ള ഒരു അതിമോഹമാണ് തന്റെ ഭാഗത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ധാർമ്മിക ബോധനം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ ധാർമ്മിക ബോധനം എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തികളിൽ നിന്നെല്ലാം തന്നെ അവർ പിന്തിരിഞ്ഞു പോകേണ്ടതാണ്. ഇപ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാരെ അത് നല്ല രീതിയിലേക്ക് നടത്തുന്നുണ്ടാകും. പക്ഷെ അതിൽ ഒരാൾ പോലും, ധാർമ്മിക ബോധനം കിട്ടിയിരിക്കുന്ന ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള മാത്രമാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്ന സമയത്ത് അത് തന്റെ അതിമോഹമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി 2, സംഘപരിവാറുകാർ ഇത് ആയുധമാക്കും അല്ലെങ്കിൽ ക്രിസംഖികൾ ഇത് ആയുധമാക്കും എന്ന് ഓർക്കണം എന്നാണ് ശ്രീ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത്. അതെന്തിനാണ്? സത്യം പറയുന്ന സമയത്ത്, ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിമർശനം പറയുന്ന സമയത്ത് അതിനെ മറ്റുള്ള ആൾക്കാർ തെറ്റായി ഉപയോഗിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ പിന്നെ സ്വയം നവീകരണം എന്ന് പറയുന്ന കാര്യം നമ്മൾ എവിടെയാണ് നടക്കുന്നത്? ശരി, മുഹമ്മദ് അലി, അതിനുള്ള മറുപടി ഇതൊരു സ്വയം നവീകരണമാണല്ലോ. അതിനെ ആ രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല? ഇവിടെ സംഘികളും ക്രിസംഘികളും ഇത് ആയുധമാക്കും എന്ന് ഒരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നേരത്തെ VS അച്യുതാനന്ദൻ, എനിക്ക് തോന്നുന്നു ലവ് ജിഹാദാണ് വിഷയം എന്നാണ് ഞാൻ ഓർക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഇന്നും സംഘപരിവാരും അതേപോലെ ക്രിസംഖികളും ഒക്കെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു സന്ദർഭത്തിൽ, പ്രത്യേക സന്ദർഭത്തിൽ പറയുന്ന വിഷയമാണ് എങ്കിൽ പോലും പിന്നീട് പലപ്പോഴായി അത് ദുരുപയോഗിക്കപ്പെട്ടതിന്റെ അനുഭവങ്ങൾ മുന്നിൽ വെച്ചാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു പോയിന്റ്, അത് ജലീലിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇങ്ങനെ മതബോധനവും ധാർമ്മിക ബോധനവും ലഭിച്ച ഒരാൾ പോലും ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയാകരുത് എന്ന ആഗ്രഹം തന്നെയാണ് ഓരോരുത്തരും പങ്കിടേണ്ടത്. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എന്ന് മാത്രമല്ല, ഒരു സമുദായത്തിലും പെട്ട ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാതിരിക്കുകയും നമ്മളെല്ലാവരും അതിനൊരു സാമൂഹിക തിന്മയെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അതിനോട് ചേർത്ത് പറയുകയും ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ താങ്കൾ ജലീലിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്. അല്ല, ഇപ്പൊ ജലീൽ ഇത് എവിടെ പറയണം? ജലീൽ പറഞ്ഞ വിഷയത്തോട് അനുകൂലിക്കുന്നുണ്ടോ? ജലീൽ പറഞ്ഞതിനെ ആകത്തുകയിൽ എടുത്തുകൊണ്ട് ഒരു സമുദായത്തിൽ നിന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കരുത്, അങ്ങനെ അതിൽ പങ്കാളികളാവുന്ന ആളുകൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നതിന്റെ രത്ന ചുരുക്കം. ജലീലിനെ പിന്തുണയ്ക്കുകയാണോ അല്ല എന്നുള്ളതല്ല, അതിനപ്പുറത്ത് നമ്മുടെ സാമൂഹികമായ പ്രശ്നമായി ഇതിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അല്ല, ജലീൽ ഇത് പറയാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് നിലപാടെടുക്കുന്നു മുഹമ്മദ് അലി താങ്കൾ? ജലീൽ ഇത് പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട്? ജലീൽ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നത് ഞാൻ അതിന്റെ സന്ദർഭത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്.
കാരണം ഈ മീനച്ചിൽ താലൂക്കിൽ 400 അതിലധികമോ പെൺകുട്ടികൾ ഈ മറ്റു മതസ്ഥരിൽ നിന്ന് മറ്റു മതസ്ഥരായ അഥവാ മുസ്ലിമേതര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കടത്തിക്കൊണ്ടുപോയി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട PC ജോർജിന്റെ വിവാദങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കത്തിയേൽക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് അവിടെ അത്തരം പ്രവർത്തനങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏത് ആയുധത്തെയും അവർ സമുദായത്തിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ തിരിച്ചുവിടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നതിന്റെ ഒരു സാഹചര്യം അതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അങ്ങനെ വരുമ്പോൾ താങ്കൾ ജോർജിനെയും ജലീലിനെയും ചേർത്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. ജലീലും ജോർജും ഒന്നാണെന്നുള്ള നിലപാടിലേക്ക് താങ്കൾ എത്തുകയാണ് സംസാരത്തിൽ. പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ കൂട്ടിക്കെട്ടുകയോ ചെയ്യരുത്. ശ്രീജിത്ത് പണിക്കർ എന്തോ പറയാൻ ഉദ്ദേശിച്ചു. അല്ലെ ശ്രീ മുഹമ്മദ് അലി, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ജലീൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ശ്രീ ജലീൽ സംസാരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആശങ്കകൾ ആ മതത്തിൽ നവീകരണം ഉണ്ടാകണം, അല്ലെങ്കിൽ ആ മതത്തിലെ മതപണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് നവീകരണം ഉണ്ടാകണം, ഇഫക്റ്റീവായിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു വിമർശനം മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങാണ്ട് PC ജോർജ് ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞു, അതുകൊണ്ട് ജലീൽ ഇതിനെപ്പറ്റി മറ്റൊരു വിഷയത്തിനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറയരുത്. കാരണം രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് കോണ്ടെക്സ്റ്റ് വ്യത്യസ്തമാണ്, രണ്ട് വിഷയങ്ങളാണ്. ഇത് അപരമത വിദ്വേഷമാണ് ജോർജ്. അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അത് സംഖ്യകൾക്കോ ക്രിസംഖ്യകൾക്കോ ആയുധമായി മാറുമെങ്കിൽ മറ്റേത് വേദിയിൽ വെച്ച് അദ്ദേഹം പറയണം, പരസ്യമായിട്ട് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നോ? അതാണ് എന്റെ ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് KT ജലീലിനോട് വിയോജിക്കാനിടയായ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, KT ജലീൽ പറയുന്നത് പോലെ മുസ്ലിം സമുദായം അങ്ങനെ അത്രയേറെ ഒരു ഹ്യൂജായ ഒരു നമ്പറിലേക്ക് മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് ക്രിമിനലുകൾ വളർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു ന്യായം. അദ്ദേഹം പറയുന്ന 60%-ഓ 60% മുകളിലോ എന്ന് പറയുന്നത് ഒരിക്കലും വസ്തുതാപരമല്ല എന്നതാണ് ഞാൻ പറയുന്ന, അദ്ദേഹത്തെ ഖണ്ഡിക്കുന്ന, അദ്ദേഹത്തോട് വിയോജിക്കേണ്ടി വരുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ പറയുന്ന ആളുകളൊക്കെ ഈ മദ്രസ വിദ്യാഭ്യാസവും മതബോധനവും ലഭിച്ച ആളുകളാണ് എന്ന് പറയുന്നത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ മുൻ മന്ത്രിയായിരുന്ന, നിലവിൽ MLA ആയിരുന്നിട്ടുള്ള ഒരാൾ ഒരു വേദിയിൽ ഈ വിഷയം പറയുന്ന സമയത്ത് സ്വാഭാവികമായും അത് ഏതെല്ലാം നിരക്ക് അത് ദുരുപയോഗിക്കപ്പെടുമെന്ന് അദ്ദേഹം കാണേണ്ടതുണ്ട്. അതായത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണെങ്കിൽ അത് ഏത് സാഹചര്യത്തിലായാലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നുള്ള നിലപാട് താങ്കൾക്ക് എടുക്കേണ്ടി വരും. അതല്ലാതെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തത വരും. ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഞാൻ പറയുന്ന വിഷയം, ഈ രണ്ട് വിഷയങ്ങളിലും അദ്ദേഹം വെച്ച ഡാറ്റ ശരിയല്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നതിന്റെ ഒരു കാര്യം. ഇനി ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്ന ശ്രീജിത്ത് പണിക്കർ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമുദായത്തിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരാളെങ്കിലും അത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഭാഗവക്കാവുന്നുണ്ടെങ്കിൽ അത് സമുദായ നേതൃത്വം, ഒരുപക്ഷെ മുസ്ലിം നാമധാരികളാവാം, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാവണമെന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും മുസ്ലിങ്ങൾ എന്ന് പറയാറുള്ളത്. ഒരാളെങ്കിലും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന, മുസ്ലിം സമുദായത്തിന്റെ മതബോധനം ലഭിച്ച ഒരാളെങ്കിലും ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ടെങ്കിൽ സമുദായം അതിനെക്കുറിച്ച് പുനരാലോചന നടത്തുകയും സമുദായത്തിനകത്ത് ആത്മവിമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് നമ്മൾ ഈ സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യരുത് എന്നുകൂടിയാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ കെന്നഡി കരിമ്പിങ്കാല പറഞ്ഞത് ഇത് ഞങ്ങൾ കൂടി മാതൃകയാക്കി എടുക്കണമെന്നാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം, അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികളും ഒക്കെ ഇത് മാതൃകയാക്കി എടുക്കണമെന്ന് കെന്നഡി ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ കെന്നഡി പറഞ്ഞത് വെറും വാക്കായി പോയി. കാരണം ജലീൽ പറഞ്ഞതേ ശരിയായില്ല എന്നുള്ള നിലപാടാണ് താങ്കൾ എടുക്കുന്നത്. ഒരു സാമൂഹിക വിഷയം എന്ന നിലയ്ക്ക്, സാമൂഹിക തിന്മ എന്ന നിലയ്ക്ക് എല്ലാ സമുദായത്തിനകത്തും ഇത്തരം ആലോചനകൾ ഉണ്ടാവട്ടെ. സമുദായവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉണ്ടാകരുത് എന്ന് മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും. കെന്നഡി ഒരു ഇരട്ടത്താപ്പ് കാണുന്നുണ്ടോ? മുഹമ്മദ് അലി പറഞ്ഞത് ഇരട്ടത്താപ്പ് താങ്കൾ കാണുന്നുണ്ടോ? അതോ മുഹമ്മദ് അലിയെയും അഭിനന്ദിക്കാൻ തോന്നുകയാണോ ഇപ്പോൾ? മുഹമ്മദ് അലി എങ്ങനെ അഭിനന്ദിക്കാൻ തോന്നും? കാരണം അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ സാധൂകരിക്കാൻ അദ്ദേഹത്തിന് തന്നെ കഴിയുന്നില്ല. ശ്രീജിത്തിന്റെ ചോദ്യങ്ങൾക്കൊന്നും ക്ലാരിറ്റിയോടുകൂടി ഉത്തരം പറയാനും അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, ശ്രീ ഹക്തറും എന്താ പറയുന്ന ഒരു നിലപാടുകളില്ലാത്ത ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ടേം നിങ്ങൾ ഈ പറയുന്ന കണക്ക് സംഘികളും ക്രിസംഘികളും മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ഇവരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കളും ഇതൊക്കെ പറയുന്നത് തെറ്റാണ്. അതായത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തിരുന്ന ലവ് ജിഹാദ് ഒരു കണ്ടന്റ് വരുന്ന
ഒരു സീരീസ് ഉണ്ടായിരുന്നു. ISISലേക്ക് യൂറോപ്പിൽ നിന്ന് 3 പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന പക്ക ലവ് ജിഹാദ്. നമ്മളെന്താണോ ലവ് ജിഹാദ് എന്ന് വിവക്ഷിക്കുന്നത് സെയിം എല്ലാം അത് തന്നെ. അതുകൊണ്ട് അത് കേവലം ഇങ്ങ് മലപ്പുറത്തും കോഴിക്കോടും മാത്രമാണ് ഈ പ്രയോഗം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത് ലോക അറിവ് കുറവാണെന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതിനെ നല്ലതാണെന്ന് തീർച്ചയായും പറയണം എന്ന് തന്നെയാണ് ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് KT ജലീൽ ആയതുകൊണ്ട് അത് കുറച്ച് കാണരുത്. KT ജലീൽ ഇതിനു മുമ്പ് പലതവണയും എതിരായിട്ടുള്ള നിലപാടുകളിലൂടെ ഞാൻ എതിർത്ത് സംസാരിക്കുകയും അദ്ദേഹത്തിനെതിരെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു നല്ല നിലപാടെടുത്താൽ, സമൂഹത്തിന് ഗുണകരമായ ഒരു നിലപാടെടുത്താൽ അതിനെ സമയത്ത് തന്നെ അഭിനന്ദിക്കണം, പിന്നീടല്ല. ആ സമയത്ത് തന്നെ അഭിനന്ദിച്ചില്ല എങ്കിൽ ഇതുമാതിരിയുള്ള ആളുകൾ അദ്ദേഹത്തെ തിരുത്തിക്കാൻ മുന്നോട്ട് വരും, തെറ്റായ രീതിയിലേക്ക് അദ്ദേഹത്തെ ചാടിക്കും, അദ്ദേഹത്തിന്റെ നിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തെ ശ്രമിക്കും. അദ്ദേഹം തിരുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല, എങ്കിലും അദ്ദേഹത്തെ തുടർച്ചയായി ആക്രമിക്കാൻ അത് ഇടയാക്കും. അങ്ങനെ ഇടയുണ്ടാവുന്നത് സമൂഹത്തിന് ഗുണമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണമല്ല, മൊത്തത്തിൽ നമ്മുടെ ഒരു രാഷ്ട്ര വളർച്ചയ്ക്കും അത് ഗുണകരമല്ല. ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു, ജലീൽ ഒരു സമുദായ അംഗം എന്നുള്ള നിലയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റ് വിവക്ഷകളൊന്നും ആവശ്യമായി വരുന്നില്ല. സമൂഹത്തിനെതിരാരും ഒരു മതവിരോധമോ ഒന്നും ആരും അതിനകത്ത് ആരോപിക്കുന്നില്ല. ഇത് മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരും അവരവരുടെ തെറ്റുകൾ ഏറ്റുപറയുകയോ അവരവരുടേതായിട്ടുള്ള തെറ്റുകൾ കണ്ടെത്തുകയോ സമൂഹം സമക്ഷം പറയുന്നതിലും ഒരു റോൾ മോഡൽ ആകണം എന്നുകൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ചത് ഈ പറയുന്ന ഈ ലീഗിന്റെ പ്രതിനിധിയാണോ അദ്ദേഹമാണോ എന്നെ പോലുള്ളവരാണോ കുറച്ചുകൂടി? അദ്ദേഹം AP സമസ്തയുടേതാണ്, ലീഗിന്റെ അല്ല, AP സമസ്തയുടെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ അല്ല, താങ്കൾ ഈ CPM-ന്റെ നിലപാട് മാറ്റത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ജലീൽ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജലീൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് CPM-ന്റെ നിലപാടുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, വ്യക്തിപരമായ നിലപാടാണ് ഇത് എന്ന്. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ കാര്യം ജലീൽ തന്നെ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരും, അതിനാൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് CPM-ന്റെ നിലപാടൊന്നുമല്ല ഇതെന്ന്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അക്കാര്യത്തിൽ ഒന്നുകൂടെ ഒന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. അതായത് ഇതിനകത്ത് ഞാൻ എന്താ പറയുന്നത്, ഒരു ത്രികക്ഷി എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാം കക്ഷി എന്നുള്ള നിലയിലേക്ക് എന്നെ കാണുക. ഞാൻ 2 കക്ഷികളെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഇടതുപക്ഷം വലതുപക്ഷം ഒരു ക്രിസ്ത്യൻ സമുദായത്തിനെ കൈവിട്ടു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് എന്ന് പലപ്പോഴും ഞാൻ നിലവിളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ BJP മാത്രമേ ഞങ്ങളുടെ കാര്യം പരിഗണിക്കുന്നുള്ളൂ, BJP മാത്രമേ ചെവി തരുന്നുള്ളൂ, വേറെ ആരും കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പരിതപിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ അർത്ഥത്തിൽ വീണ്ടും ഞാൻ പറയുന്നു, ആ പരിദേവനം ഇന്ന് ഇതാദ്യമായി CPM-ന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ചെവി തരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തെറ്റുണ്ടോ? സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കം ഒരു വോട്ട് ബാങ്കിനെ പുറകെ പോകുന്ന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയതായി സംസാരത്തിൽ നിന്ന് വ്യക്തം. തൊട്ടുപുറകെ ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി വരുമ്പോൾ തീർച്ചയായും ഒരു പക്ഷത്തിന്റെ ആൾക്കാരായി CPM പ്രവർത്തിക്കുന്നില്ല, ഇടതുപക്ഷം പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നൽ സന്തോഷിക്കേണ്ടതുണ്ടോ? കെന്നഡി അങ്ങനെ സന്തോഷിക്കേണ്ടതുണ്ടോ? അഡ്വക്കേറ്റ് BN ഹസ്കർ അങ്ങനല്ല ശ്രീ കെന്നഡി കരിമ്പുകാലയ്ക്ക് ഇപ്പോഴും ചില ഭാവനാ ലോകത്താണ്. അതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സിന്റെയും വെബ് സീരീസിന്റെയും ഡാറ്റാസ് വെച്ചുകൊണ്ട് അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ നെറ്റ്ഫ്ലിക്സിലും വെബ് സീരീസിലും ഒക്കെ കാണുന്ന ഡാറ്റാസ് ആണ് ലവ് ജിഹാദിനെ സംബന്ധിച്ച്. കേരളത്തിൽ ഒരു കേസ് ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസ് അങ്ങേക്കെടുത്ത് കാണിക്കാൻ കഴിയും. കുറെ നാളായി അങ്ങേപ്പുള്ള ആളുകൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിൽ. അതുപോലെ നർക്കോട്ടിക് ജിഹാദ് ഇതൊരു വസ്തുതയാണ് ഇവിടെ കേരളത്തിന്റെ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ശ്രീ KT ജലീൽ ഉന്നയിക്കപ്പെട്ടുള്ളത്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഞാനൊരു ക്രിമിനൽ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ എന്റെ മുന്നിൽ വരുന്ന നർക്കോട്ടിക് കേസുകളുടെ പ്രതികളിലായിട്ടുള്ളവരുടെ എണ്ണത്തിൽ പലപ്പോഴും കണക്കുകൾ വെച്ച് പരിശോധിച്ചത് നിശ്ചയമായും അത് മുസ്ലിം നാമധാരികളാണ്. ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അവരാരും പ്രാക്ടീസിങ് മുസ്ലിം അല്ല. ഒരു പ്രാക്ടീസിങ് മുസ്ലിമിന് ഒരിക്കലും ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിന് കഴിയില്ല എന്ന് കരുതുന്ന ആളാണ്. ഒരു സ്പിരിച്വൽ സീക്കർക്ക് ഒരിക്കലും ഒരു സംശയം ചോദിക്കാൻ അനുവദിക്കുമോ? നിശ്ചയമായി ചോദിക്കാം. അതായത് ഞാൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ദുരുദ്ദേശത്തോടു കൂടി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി അല്ലെ ഹിന്ദു പെൺകുട്ടിയെ പ്രേമമൊന്നുമില്ല, പ്രേമം നടിച്ച്
അവന്റെ ഉദ്ദേശം തട്ടിക്കൊണ്ടുപോയി ISIS-ലോ തീവ്രവാദത്തിലോ ചേർക്കാൻ തന്നെ, ആ ഉദ്ദേശത്തിൽ തന്നെ പ്രേമിച്ച് അവൻ വിവാഹം കഴിച്ച് അത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയാൽ ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അഭിഭാഷകനായ അങ്ങേക്ക് ഏതെങ്കിലും ഒരു ആക്ട്, ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലവ് ജിഹാദ് എന്നുള്ള ടേം പറഞ്ഞുകൊണ്ട് താങ്കൾക്കറിയാമോ? അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് എന്ന പേരിൽ കേസില്ല എന്ന് താങ്കൾ അടക്കം പറഞ്ഞത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ? സംശയം. അങ്ങ് തിരിച്ചൊരു ചോദ്യം. മുസ്ലിം സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോ ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടിയോ ഇതേ അങ്ങ് പറഞ്ഞ അതേ ഭാഷയിൽ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ച് തന്റെ ഇംഗിതത്തിന് ചുറ്റിയാൽ ഏതെങ്കിലും ഒരു വാക്ക് മാട്രിമോണിയൽ നിയമത്തിൽ ഉണ്ടോ? അതിന് ഏതെങ്കിലും ഒരു വാക്ക് ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്നതിന് പകരം മറ്റൊരു വാക്ക് മാട്രിമോണിയൽ നിയമത്തിലുണ്ടോ? അങ്ങൊന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിയമങ്ങൾ ചേർത്ത് നോക്കാൻ, അങ്ങനൊന്നും നിയമം ഉണ്ടാക്കാൻ കഴിയില്ലെന്നേ. ഇതൊരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിയമം ഒരു തെക്കുള്ള ഒരു രാജ്യമല്ലേ ഇത്? അപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ അതാണ് പറഞ്ഞത്, ലവ് ജിഹാദ് എന്നുള്ള വാക്കില്ല, അതിന്റെ ബലത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഇല്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ പക്ഷെ ആ സാഹചര്യം, ആ പ്രതിഭാസം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് സോണിയ സെബാസ്റ്റ്യന്റെ കാര്യവും നിമിഷ ഫാത്തിമയുടെ കാര്യവും വേറിന്റെ കാര്യവും ഒക്കെ ഇവിടെ അറിയാവുന്നതാണല്ലോ. അതല്ല മഞ്ജുഷ്, ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രണയത്തിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ മുസ്ലിം പെൺകുട്ടികൾ മറ്റു സമുദായങ്ങളെ വിവാഹം കഴിച്ചു പോകുന്നുണ്ട്. എന്റെ മുന്നിൽ നിരവധി കണക്കുകളുണ്ട് എന്റെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളോ ഏതെങ്കിലും സമുദായം നിശ്ചയം ചുറപ്പിച്ച് ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധാരണയാണോ ഇക്കാര്യത്തിലുള്ളത്? അങ്ങനെ കരുതുന്നതല്ലേ ഏറ്റവും വലിയ വർഗീയത എന്ന് പറയുന്നത്. അത് അത്തരത്തിലൊരു കണക്കും നമ്മുടെ മുന്നിലില്ല. ആ കണക്കുകൾ നമ്മുടെ മുന്നില്ല. നമ്മുടെയൊക്കെ അനുഭവങ്ങളിലും നമ്മുടെയൊക്കെ പരിചയത്തിലും സംഭവിച്ചിട്ടുള്ള കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോ അങ്ങനെ കരുതുന്നതിന് പകരം ഇതൊക്കെ ഏതോ സംഘടനകളും ഏതോ വ്യക്തികളും ഏതോ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും തെരഞ്ഞുപിടിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അത് മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു എന്നുള്ളതാണ് ലവ് ജിഹാദ് എന്ന വാക്കില്ല, അങ്ങനെ ഒരു പ്രവൃത്തി കേരളത്തിൽ ഇല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അങ്ങനെ പറയുമ്പോൾ അത് ചില ദുരുദ്ദേശത്തിലാണ് ചില ആളുകൾ പറയുന്നത്. അത് അപരമതവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, അത് ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന്. അപ്പോൾ അതിന് കുറച്ചുകൂടി തീ പകരുന്ന ഒന്നായി മാറിയിട്ടുണ്ട് KT ജലീലിന്റെ ഈ പരാമർശം എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. അതുകൊണ്ടാണ് അത്തരമുള്ള വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹസ്കർ, ശരി. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ മുഹമ്മദ് അലി താങ്കൾക്കുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു. അതിൽ മുഹമ്മദ് അലി കൊണ്ടുചെന്ന് എത്തിച്ച കാര്യം എന്ന് പറയുന്നത് ഒരാൾ പോലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകരുത് ഇങ്ങനെ ലഹരിക്കടത്തിൽ. അങ്ങനെ ഒരു സതുദ്ദേശം ജലീലിന്റെ വാക്കുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഇസ്ലാമോഫോബിയ എന്നൊന്നും പേരിട്ട് വിളിക്കുവാൻ കഴിയുകയില്ലല്ലോ, അങ്ങനെ പടർത്തുവാൻ ശ്രമിക്കുന്നു എന്നൊന്നും പറയുവാൻ കഴിയില്ലല്ലോ. ശരി, സാങ്കേതികമായ പ്രശ്നമുണ്ട്. ശ്രീ കെന്നഡി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹസ്കർ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി കൂടി, താങ്കളുടെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. തീർച്ചയായിട്ടും ഇപ്പം ശ്രീ ഹസ്കർ ആണെങ്കിലും പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ശ്രീ KT ജലീല് പറഞ്ഞത് ഒരു പാർട്ടിയുടെ നിലപാടായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് ഹസ്കർ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്ത് നിന്ന് വീണ്ടും നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെയും അസംബ്ലി ഇലക്ഷനിലേക്കും അടുക്കുന്ന ഈ സമയത്ത് പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ നിലപാടിനകത്ത് എപ്പോഴും കൃത്യത വരിക പാർട്ടി സമ്മേളനത്തോടടുത്ത് വരുമ്പോഴുന്ന സമയത്താണ്. പ്രത്യേകിച്ച് നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരികയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. ഈ സമയത്ത് ഇങ്ങനെയുള്ള നിലപാടുകൾ ആവർത്തിച്ച് വരുമ്പോൾ അത് ഞാൻ KT ജലീലിനെ മാത്രമല്ലല്ലോ കോട്ട് ചെയ്തത്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷെ വളരെ കൃത്യമായി നിലപാടെടുത്തു കഴിഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും ചെവി കേൾക്കാനില്ല അല്ലെങ്കിൽ പൂർണ്ണമായും പരിഗണിക്കാനില്ല, ഞങ്ങൾ കേൾക്കുന്നില്ല, കാണുന്നില്ല, തള്ളിക്കളയുന്നു എന്ന നിലപാടിൽ നിന്ന് ഇടതുപക്ഷം CPM മാറുന്നു എന്നതിൻ്റെ സൂചനയായി ഞങ്ങളിതിനെ കാണുന്നു എന്ന് വീണ്ടും ആവർത്തിക്കട്ടെ.
ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: PC ജോർജും KT ജലീലും പറഞ്ഞത് ഒരേ കാര്യമോ? അതെ എന്ന് 80% പ്രേക്ഷകർ. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.